പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് തീരാ ദുഃഖമായൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ബോട്ട് അപകടവും. ആ ഒരു അപകടത്തിൽ അവരുടെ സഹപ്രവർത്തകരായ 2 പേരുടെ വിയോഗവും. പൊന്നാനിയിൽ കഴിഞ്ഞ 10 വർഷമായി മത്സ്യബന്ധന മേഖലയിലുണ്ടായിരുന്ന ഇസ്ലാഹ് എന്നു പേരുള്ള ബോട്ടായിരുന്നു പൂർണ്ണമായും തകർന്നത്. ആ ഒരു ബോട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. 4 പേർ പരിക്ക് സംഭവിച്ച് നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാഹ് ബോട്ടിൻ്റെ ഉടമ പൊന്നാനി സ്വദേശിയായ നൈനാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏക ആശ്രയമായിരുന്നു ഈ ഒരു ഇസ്ലാഹ് ബോട്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു ബോട്ട് പൂർണ്ണമായും തകർന്നൊരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. കൂടാതെ ഈ ഒരു അപകടത്തിൽ മരണം സംഭവിച്ച 2 പേരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും അത്രത്തോളം ദയനീയമാണ് എന്നുള്ളതാണ് ഇവർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നൈനാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇസ്ലാഹ് ബോട്ട് നമ്മുടെ ഏക ഒരു വരുമാന ആശ്രയമായിരുന്നു അല്ലേ? അതിനാണ് അപകടം സംഭവിച്ചത്. 8 വർഷമായി ഇപ്പം ഞാൻ ഈ ബോട്ട് എടുത്തിട്ട്. ഇപ്പം മരിച്ച 2 പേരും 7 വർഷമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തതിനാളാണ്. അപ്പം നമ്മൾക്ക് ഏക ആശ്രയം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത്. അപ്പം ഈ ഒരു അതായത് എനിക്ക് തോന്നുന്നു മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അതൊക്കെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളാണ്. മരുന്നിന് ഒരു 8000 രൂപയോളം മാസത്തിൽ വേണ്ടി വരും. അപ്പോൾ ആദ്യമൊക്കെ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് കിട്ടണില്ല. ഈ സലാമും ഗഫൂറും അവരാണല്ലോ നമ്മളെ വിട്ടുപിരിഞ്ഞത്. അവരും എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇസ്ലാഹ് ബോട്ടിനെ ആശ്രയിച്ചായിരുന്നു ജീവിതം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവരുന്നതല്ലേ? അവരുടെ ഒരു വിയോഗം ആ ഒരു കുടുംബത്തിന് വലിയ ദുഃഖമാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. തീർച്ചയായും അവരുടെ കുടുംബത്തിന് വളരെ പരിതാപകരമാണ്. അവർ കൊണ്ടുപോയിട്ട് വേണം അവരുടെ ജീവിതം കഴിയാൻ. സലാമിൻ അവൻ കൊണ്ടുപോയിട്ട് വേണം, ഗഫൂറിൻ്റെ അവൻ കൊണ്ടുപോയിട്ട് വേണം അവരുടെ ജീവിതം കഴിയാൻ. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. ഇപ്പോൾ ഇതിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ധനസഹായം അതൊക്കെ തന്നെ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നോ ലഭിച്ചാലേ അതൊരു അത്താണിയാവുള്ളൂ, സഹായമാവുള്ളൂ അല്ലേ? തീർച്ചയായും സർക്കാരിന് കനിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിലൊരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കും ബോട്ടുടമ എന്ന നിലയിൽ അങ്ങേക്കും ആ നിലയിലൊരു സഹായം ലഭിക്കണമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് അല്ലേ? അതാണ് പറയുന്നത്. തീർച്ചയായും സഹായം ലഭിക്കണമെന്നാണ് ഞാൻ, സർക്കാർ കണ്ണ് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സഹായം ഇപ്പോൾ നിലവിൽ അങ്ങനെ ആരെങ്കിലും സഹായം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു? എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സഹായമെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ക്ഷേമനിധിൻ്റെ ഒരു സഹായം, ചെറിയ സഹായം മരിച്ച 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പരിക്ക് പറ്റിയവർക്ക് ചെറിയൊരു സഹായം ലഭിച്ചിട്ടുണ്ട്, ഇന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബോട്ട് ഇന്നലെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ പറഞ്ഞിരുന്നു പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇനി അത് നന്നാക്കിയെടുക്കാൻ പോലും കഴിയില്ല എന്ന് തോന്നുന്നു. അത് ബോട്ട് ഫുള്ളായി താന്നു പോയി. പിന്നെ അതിൻ്റെ അടിയിൽ പെട്ടുകൊണ്ട് അവർ ബോട്ട് പൊന്തിച്ചിട്ട് ആളെടുത്തതിന് ശേഷം, ആളെ കിട്ടിയതിന് ശേഷം വലിച്ചതാണ്. പക്ഷേ റോപ്പ് പൊട്ടി താഴേക്ക് തന്നെ പോയി. 2 ദിവസമായിട്ട് അവർ മത്സ്യബന്ധനത്തിനായി ഉൾക്കടലിലുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ഇവർ മത്സ്യം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മത്സ്യം നഷ്ടപ്പെട്ടു, ബോട്ടും തകർന്നല്ലേ? എത്രത്തോളം രൂപയുടെ മത്സ്യമാണ് ഉണ്ടായിരുന്നത്? ഏകദേശം 1 ലക്ഷം രൂപേൻ്റെ മത്സ്യം ഉണ്ടെന്നാണ് അവർ പറയണത്. മത്സ്യമൊക്കെ അതിൽ പോയി ഇടിച്ച് 2 പൊളിയായി പോയി ബോട്ട്. 2 ഭാഗം, ഇഞ്ചിൻ്റെ ഭാഗം താന്നും പോയി, ഈ സ്റ്റോറിൻ്റെ ഭാഗം പൊന്തിക്കിടന്ന് അതിലാണ് ആൾ കുടുങ്ങിയത്. അപ്പോൾ അത് കവുന്നു പോയി. അപ്പോൾ ഇവർ ഇത് പൊന്തിക്കിടക്കണ്ടപ്പോൾ ഇതിൽ ആളുണ്ടാവും എന്നുള്ള ഡൗട്ടിൽ പിടിച്ചെടുത്തപ്പോൾ അതിൽ ആളെ കിട്ടി. അതിനുശേഷം കെട്ടി വലിച്ചതാണ്. പക്ഷേ റോപ്പ് പൊട്ടിപ്പോയി, താഴേക്ക് പോയി. ഇതിൽ ഔദ്യോഗികമായ അത്തരം സഹായങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു ഉറപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിലൊരു ആശങ്കയുണ്ടല്ലേ? ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിക്കുന്നതാണ് പ്രതീക്ഷ. തീർച്ചയായും അദ്ദേഹം ഒരു രോഗബാധിതൻ കൂടിയാണ്. ഏകാശ്രയമായിരുന്ന ഇസ്ലാഹ് ബോട്ട് അത് തകർന്നതിൽ വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങളും ആ നിലയിലുള്ള വലിയ തീരാദുഃഖത്തിലാണ്. അവരുടെ ഏക ആശ്രയമായിരുന്നു ഗഫൂറും അതുപോലെ തന്നെ സലാമൊക്കെ തന്നെ. പരിക്കേറ്റവരുടെയും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. വാർഡ് കൗൺസിലർ കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. എനിക്ക് തോന്നുന്നു പൊന്നാനിയിലെ മത്സ്യബന്ധന മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചരക്ക് കപ്പലിടിച്ച് ഒരു ബോട്ട് തകരുന്നത് അല്ലേ? എൻ്റേതല്ല, ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങൾ കേട്ടറിവും കണ്ടറിവുള്ളൊരു സംഭവമാണത്. കാരണം വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ ഒരു ചരക്കപ്പൽ ഇടിച്ചിട്ട് ഒരു മത്സ്യബന്ധന ബോട്ട് തകരുന്നതും പൂർണ്ണമായി തകർന്ന് അതിൽ 2 പേര് മരിച്ചതും ഈ 4 പേര് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നതും ഞങ്ങളുടെ അറിവിൽ തന്നെ ആദ്യമായിട്ടൊരു സംഭവമാണ്. ഞങ്ങളെ പൂർവികന്മാരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോഴും അവർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഇത് ആദ്യമായിട്ടൊരു സംഭവമാണ് അവർ പറയുന്നത്. ഇതിന് നേരത്തെ കൊല്ലം, കൊച്ചി, മുനമ്പം അങ്ങനെയൊക്കെ അവിടെയൊക്കെ
അപകടങ്ങൾ നടന്നതായിട്ടും അവർക്കൊക്കെ ധനസഹായം കിട്ടിയതായിട്ടുള്ള അറിവുകളുണ്ട് ഞങ്ങൾക്ക്. ഇതിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊരു ബോട്ടാണെന്നാണ് പറയുന്നത്. ബോട്ടുകളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ വാഹനാപകടം സംബന്ധിച്ച് ഇൻഷുറൻസ് ഒക്കെ ലഭിക്കാറുണ്ട്. ബോട്ടുകൾക്ക് അങ്ങനെ ഇൻഷുറൻസ് ലഭിക്കാറുണ്ട്. അതിലേക്കൊരു നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ കുറേ കാലമായിട്ട് ഫിഷിംഗ് മേഖലയിൽ ഇൻഷുറൻസ് ഇപ്പോൾ ഇല്ല. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നിലവിൽ ഇൻഷുറൻസ് വന്നിട്ടില്ല. അപ്പോൾ ഇൻഷുറൻസും കൂടി പരിഗണിച്ച് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ആ ബോട്ടുടമയ്ക്കും മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റിയവർക്കും ഒരു ധനസഹായം സർക്കാരിൽ നിന്ന് വേണമെന്ന് ആവശ്യപ്പെടുന്നു അല്ലേ? തീർച്ചയായിട്ടും സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന അത്രയും ധനസഹായം ഇവർക്ക് കിട്ടണം. ഈ മരിച്ച കുടുംബത്തിന് ഇവർ രണ്ടാളും ഗഫൂർ ആയാലും സലാം ആയാലും ഇവർ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. അവർക്ക് വേറെ ആരും കൊണ്ടുകൊടുക്കാനില്ല. ഇവർ കൊണ്ടുകൊടുത്തിട്ട് വേണം ആ കുടുംബം ജീവിക്കാൻ വേണ്ടി. അങ്ങനെ സാഹചര്യത്തിൽ ഇപ്പോൾ അവർ രണ്ടാളും നിലവിലില്ലാത്ത കാരണം ആ കുടുംബം നല്ല പ്രതിസന്ധിയിലാണ്. പിന്നെ ഈ നെയ്നാർ എന്ന് പറയുന്ന ബോട്ട് ഓണർ ഇവനുള്ള ആകൊരു വരുമാന മാർഗ്ഗമാണ് ഈ ബോട്ട്. ഇവ കിഡ്നി തകരാറിലായിട്ട് കിഡ്നി മാറ്റിവെച്ച ഒരു വ്യക്തി കൂടിയാണ്. ഒരു മാസം തന്നെ നല്ലൊരു തുക മരുന്നിനായിട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവനക്കും ആ കുടുംബത്തിനും പിന്നെ ഈ ആക്സിഡൻറ്റ് പറ്റിയ 4 പേർക്കും അവർക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ധനസഹായമായിട്ട് കിട്ടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. പൂർണ്ണമായും തകർന്ന ബോട്ടിൻ്റെ ഉടമയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരൊക്കെ തന്നെ ഒരുപോലെ പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഒരു അടിയന്തര സഹായം ഉണ്ടാകണം. കാരണം അത്രത്തോളം പ്രതിസന്ധിയിലാണ് മരിച്ചവരുടെ കുടുംബം, പരിക്കുപറ്റിയവർ, അതുപോലെ തന്നെ ഈ ഒരു ബോട്ടുടമയും സമാനമായ പ്രയാസം തന്നെ നേരിടുന്നു എന്നുള്ളതാണ് ഒരുപോലെ നമ്മളോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടമിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പൊന്നാനി.